Hello students, welcome to Eddie's course. So, ഇന്ന് നമ്മൾ 7th സ്റ്റാൻഡേർഡിൻ്റെ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ തേർഡ് പാർട്ടാണ് നോക്കാൻ പോകുന്നത്. സോ ഇഫ് യു ഹാവ് നോട്ട് സീൻ ദ ഫസ്റ്റ് 2 പാർട്സ് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് 7th സ്റ്റാൻഡേർഡിൻ്റെ എല്ലാ ചാപ്റ്റേഴ്സും എല്ലാ സബ്ജക്ട്സിൻ്റെ എല്ലാ ചാപ്റ്റേഴ്സും കാണാൻ പറ്റുന്നതാണ്. സോ യു ക്യാൻ ചൂസ് വാട്ട് യു വാണ്ട് ടു സ്റ്റഡി. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഹോംവർക്ക് തന്നിരുന്നു, റൈറ്റ്? അതായിരുന്നു ആക്ടിവിറ്റി 2.4. ഞാൻ നിങ്ങളോട് ചോദിച്ചിരുന്നു to do this activity at home and find out the regions of the tongue for different tastes. So I hope നിങ്ങൾ ആ homework ചെയ്തിട്ടുണ്ടെന്ന്. If you have, please do leave it down in the comments down below. അത് നിങ്ങൾ എന്തൊക്കെയാണോ ആ ആക്ടിവിറ്റിയിൽ നിന്നും ഒബ്സർവ് ചെയ്തതെന്ന്. So on the tip of the tongue, as you can see in this diagram, ആ ഡയഗ്രാമിൽ ഏറ്റവും ടിപ്പ് ആയിട്ടുള്ള റീജിയൻ, ഏറ്റവും തുമ്പത്തുള്ള റീജിയൻ, അവിടെയാണ് നമുക്ക് സ്വീറ്റ് ടേസ്റ്റ് അറിയാൻ പറ്റുന്നത്. മധുര ടേസ്റ്റ് അറിയണമെങ്കിൽ നമ്മൾ ടിപ്പ് ഓഫ് ദ ടങ്ങിൽ നിന്നാണ് നമുക്ക് അറിയാൻ പറ്റുക. ആൻഡ് അതിൻ്റെ തൊട്ട് പിന്നിലുള്ള റീജിയനിൽ ഇവിടെ ഡാർക്ക് ബ്രൗണിൽ മാർക്ക് ചെയ്ത്, ആൻഡ് ഓൾസോ യു ക്യാൻ സീ ഇൻ ദി അതർ ഡയഗ്രാം ഓൾസോ, ആ റീജിയനിൽ നമുക്ക് സോർ, പുളി എന്ന ടേസ്റ്റാണ് അറിയാൻ പറ്റുക. ആൻഡ് ഓൺ ദ തേർഡ് റീജിയൻ വി ക്യാൻ ടേസ്റ്റ് സോൾട്ടിനെസ്, ഉപ്പ് ടേസ്റ്റ് നമുക്ക് ഈ തേർഡ് റീജിയനിലാണ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുക. ആൻഡ് അവസാനമായിട്ടുള്ള ഏറ്റവും പിന്നിലുള്ള നമ്മുടെ ടങ്ങിൻ്റെ ആ റീജിയനിലാണ് നമുക്ക് കയ്പ് ടേസ്റ്റ്, ദാറ്റ് ഈസ് ബിറ്റർ ടേസ്റ്റ്, അതറിയാൻ പറ്റുക. സോ ദീസ് ആർ ദ 4 regions of the tongue which helps in detecting different tastes. So ഇത് നിങ്ങൾ ഓർമ്മിച്ച് വെക്കേണ്ടി വരും. Please do remember this diagram. Okay, please stick on 2.6 and also mark അതിൽ എന്തൊക്കെയാണോ റീജിയൻസിൻ്റെ പേര് എന്തൊക്കെയാണെന്ന് പ്ലീസ് മാർക്ക് ചെയ്യുക. ഫസ്റ്റ് ഇസ് സ്വീറ്റ്, സെക്കൻഡ് ഇസ് sour, third is salty, fourth is bitter. Okay, so we looked into the first compartment of the digestive system, that is the buccal cavity, in the previous class. So we'll be looking into the second compartment of the digestive system, which is the food pipe or the esophagus. So food pipe പറഞ്ഞാൽ നമ്മൾ ഫുഡിന് നമ്മൾ വായിൽ നിന്നും സ്റ്റൊമക്ക് വരെ എത്തിക്കുന്ന ഒരു പൈപ്പ് പോലത്തെ സാധനമാണ്. ദാറ്റ് ഈസ് ആക്ച്വലി made up of fully muscles ആണ് അത്, ഫുള്ളി മസിൽസ് ആണത്. സോ നമ്മൾ ഫുഡ് വായിൽ നിന്നും താഴോട്ടേക്ക് പോകുമ്പോൾ ആ മസിൽസ്, ഫുഡ് പൈപ്പിൻ്റെ മസിൽസ് ഒരു മൂവ്മെൻറ്റ് ചെയ്യും. ആ മൂവ്മെൻറ്റിനെ പെരിസ്റ്റാൾസിസ് എന്നാണ് പറയുക. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ ആക്ച്വലി പഠിക്കേണ്ട. യു വിൽ ബി ലേണിംഗ് അബൌട്ട് ഇറ്റ് ഇൻ ഹയർ ക്ലാസ്സസ് അബൌട്ട് ദ ടേം, ബട്ട് it will be very good if you can write this word. Teachers will be very impressed in the exam. Okay, സോ പെരിസ്റ്റാൾസിസ്. അതുകൊണ്ടാണ് നമ്മൾ കിടന്ന് കഴിക്കുമ്പോഴും നമ്മൾ ഫുഡ് താഴോട്ട് പോകുന്നത്, സ്റ്റൊമക്കിലേക്ക് പോകുന്നത്. നമ്മൾ ഇരുന്ന് കഴിക്കുമ്പോൾ നമ്മൾ വിചാരിക്കേണ്ടാവും ദാറ്റ് ഇറ്റ് ഈസ് ഗോയിങ് ഡൗൺ, ബിക്കോസ് എല്ലാ സാധനവും നമ്മൾ താഴോട്ട് ഇട്ടാൽ അത് താഴോട്ടാണ് പോവാന്ന്. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ഡ്രോപ്പ് എ പെൻ, ഇറ്റ് വിൽ ഫോൾ ഡൗൺ ബിക്കോസ് ഓഫ് എർത്ത്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, അല്ലേ? ബട്ട് ദാറ്റ് ഈസ് നോട്ട് എക്സാക്ട്ലി ദ കേസ് ഇൻ ഫുഡ് പൈപ്പ്. ഫുഡ് പൈപ്പിൽ നമ്മൾ ഫുഡ് താഴോട്ട് പോകുന്നത് ആ പെരിസ്റ്റാൾസിസ് എന്ന് പറഞ്ഞ ആ മസിൽ മൂവ്മെൻറ്റ് കൊണ്ടാണ്, ഫുഡ് പൈപ്പിൻ്റെ മസിൽ മൂവ്മെൻറ്റ് കൊണ്ടാണ് നമ്മൾ ഫുഡ് താഴോട്ട് പോകുന്നത്. സോ ലെറ്റ്സ് ലുക്ക് ഇൻ ടു ദ ടെക്സ്റ്റ് ബുക്ക്. ദ സ്വാലോഡ് ഫുഡ് പാസസ് ഇൻ ടു ദ ഫുഡ് പൈപ്പ് ഓർ ദി ഈസോഫേഗസ്. ഫുഡ് നമ്മൾ ത്രോട്ടിൽ നിന്ന് സ്വാലോ ചെയ്യുമ്പം ഇറ്റ് വിൽ ഗോ ഇൻസൈഡ് ദ ഫുഡ് പൈപ്പ് ഓർ ദി ഈസോഫേഗസ്. ദി ഫുഡ് പൈപ്പ് റൺസ് അലോങ് ദ നെക്ക് ആൻഡ് ദ ചെസ്റ്റ്. Food is pushed down by the movement of the wall of the food pipe. So നമ്മൾ ഫുഡ് പൈപ്പ് നമ്മൾ ചെസ്റ്റ് റീജിയനിലും ത്രോട്ട് നെക്ക് റീജിയനിലും ചെസ്റ്റ് റീജിയനിലുമാണ് ഉള്ളത്. ആൻഡ് അത് നമ്മൾ സ്റ്റൊമക്കിൻ്റെ ഓപ്പണിംഗ് വരെ ഉണ്ട്. സോ ഫുഡ് ഇസ് പുഷ് ഡൗൺ ബൈ ദ മൂവ്മെൻറ്റ് ഓഫ് ദ വാൾ ഓഫ് ദ ഫുഡ് പൈപ്പ്. ഈ വാൾ ഓഫ് ദ ഫുഡ് പൈപ്പ്, ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മസിൽസ് ആൻഡ് ദാറ്റ്സ് വൈ ഇറ്റ് ഹെൽപ്സ് ഇൻ മൂവ്മെൻറ്റ്. Actually, this movement takes place throughout the alimentary canal and pushes the food downwards. മൂവ്മെൻറ്റ് ആക്ച്വലി ഫുൾ എലിമെൻ്ററി കനാലിൽ, നമ്മൾ എലിമെൻ്ററി കനാൽ പറഞ്ഞാൽ മൗത്ത് ടു ഏനസ് എന്ന റീജിയനിലുള്ള, സോ ഈ റീജിയനിലുള്ള ഫുൾ എല്ലാ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ എല്ലാ പോർഷൻസിലും ഈ ടൈപ്പ് ഓഫ് മൂവ്മെൻ്റ് ആണ് നടക്കുന്നത്. ഓക്കെ, സോ ഓൾ ദ മൂവ്മെൻറ്റ് ഓഫ് ഫുഡ് ത്രൂ ഔട്ട് ദ ഡൈജസ്റ്റീവ് സിസ്റ്റം ഇസ് ഡ്യൂ ടു ദ മസിൽസ് ഓഫ് ദി വാൾസ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ഓർഗൻ. At times, the food is not accepted by our stomach and is vomited out. Recall the instances when you vomited after eating and think of the reason for it. നിങ്ങൾ ഭക്ഷണം കഴിച്ച് ചിലപ്പോൾ നിങ്ങൾ ഛർദ്ദിച്ചിട്ടുണ്ടാവും, അല്ലേ? സോ
ഛർദ്ദിക്കുമ്പം എന്താ സംഭവിക്കുന്നത്? വെൻ യു വോമിറ്റ്, വാട്ട് ഹാപ്പൻസ് ഇസ് നമ്മുടെ സ്റ്റൊമക്കിൽ നിന്നും ഫുഡ് ഇസ് ഗോയിങ് ടു ദ ഫുഡ് പൈപ്പ് ആൻഡ് ടു ദ മൗത്ത്. ബട്ട് നോർമലി എന്താവുക, മൗത്തിൽ നിന്നും ഫുഡ് പൈപ്പിലേക്ക് പോയിട്ട് ഫുഡ് പൈപ്പിൽ നിന്നും സ്റ്റൊമക്കിലേക്ക് പോവാണ് ചെയ്യുന്നത്. ബട്ട് ഇൻ കേസ് ഓഫ് വോമിറ്റിംഗ് ഇറ്റ് ഗോസ് ദി അതർ വേ. സോ ദിസ് ഇസ്, why do you think this is happening? This is happening because നമ്മൾ muscles ഇല്ലേ, the muscles work in the opposite direction. So what happens is നമുക്ക് vomiting sensation ഒക്കെ വന്നു കഴിഞ്ഞാൽ our brain gets a signal അത് വോമിറ്റ് ചെയ്യണം എന്ന്. സോ വാട്ട് ഇറ്റ് ഡസ് ഇസ് ഈ മസിൽസിൻ്റെ, സ്റ്റൊമക് മസിൽസ്, ഫുഡ് പൈപ്പിൻ്റെ മസിൽസ്, ഇതിനെയൊക്കെ അതിൻ്റെ മൂവ്മെൻറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ആക്കും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? റിവേഴ്സ് പെരിസ്റ്റാൾസിസ്. ഓക്കെ, സോ റിവേഴ്സ് പെരിസ്റ്റാൾസിസ് സംഭവിച്ചിട്ട് അത് നമ്മളെ വായിലേക്ക് വന്നിട്ട് വിൽ ബി വോമിറ്റിംഗ് ഇറ്റ് ഔട്ട്. So that is what the doubt Paheli had. Paheli wants to know how the food moves in the opposite direction during vomiting. So you know now, it is due to reverse peristalsis. Look into this diagram of 2.7, movement of food in the esophagus of the alimentary canal. Food ഇങ്ങനെ പാർട്ട് ബൈ പാർട്ട് ആയിട്ട് നമ്മൾ ഓരോ മോർസൽ, അതുപോലെ ഓരോ സ്പൂൺ അല്ലെ ഓരോ കയ്യിലുള്ള ഉരുള ആ ഫുഡ് കഴിച്ചതിന് ശേഷം ഇറ്റ് വിൽ ഗോ ടു അവർ ഈസോഫേഗസ് ആഫ്റ്റർ chewing, ആഫ്റ്റർ swallowing, ഇറ്റ് വിൽ ഗോ ടു ഈസോഫേഗസ് ആൻഡ് അതിൽ നിന്നും ഇവിടെ നിങ്ങൾക്ക് സ്റ്റൊമക്കിൻ്റെ ഓപ്പണിംഗ് കാണാൻ പറ്റും. സോ ഇറ്റ് വിൽ ഗോ ഇൻ ടു ദ സ്റ്റൊമക്ക്. നമ്മൾ സ്റ്റൊമക്ക് ഇവിടെ ഒരു സ്ഥലത്തുനിന്ന് ഇൻപുട്ട് ചെയ്യുന്നുണ്ട്, ഒരു സ്ഥലത്തുനിന്ന് ഔട്ട്പുട്ട് ചെയ്യുന്നുണ്ട്. സോ ഇതിൻ്റെ ഇൻപുട്ട് ഇസ് ത്രൂ ഈസോഫേഗസ് ആൻഡ് ഔട്ട്പുട്ട് എങ്ങോട്ടേക്കാണോ ദാറ്റ് വി വിൽ സീ സൂൺ. ഇറ്റ് ഇസ് ടു സ്മോൾ ഇൻറ്റസ്റ്റൈൻ. So I hope the food pipe esophagus thing is very clear with you. If you have any doubts, please do leave it down in the comments. I'll be very happy to help you. So now let's look into stomach. Stomach is a thick walled bag. Nammal stomach, it is the region where the major part of the digestion takes place. So nammal stomach is a very thick wall. ഒരു ബാഗ് പോലെയാണ്, ഒരു യു ഷേപ്പ് ബാഗ്, ഒരു യു പോലത്തെ ഒരു ഷേപ്പിലുള്ള ഒരു ബാഗ് പോലത്തെയാണ്. ആ ബാഗിൻ്റെ വാൾസ് വളരെ തിക്കാണ്. So it's shaped like a flattened U and it is the widest part of the alimentary canal. നമ്മൾ ഫുൾ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലെ ഏറ്റവും പരന്നിട്ടുള്ള ഭാഗമാണ് വാട്ട്, സ്റ്റൊമക്ക്. ഓക്കെ, ബ്രോഡസ്റ്റ് പാർട്ട്, വൈഡസ്റ്റ് പാർട്ട്. ഓക്കെ, പരന്നിട്ടുള്ളത്. It receives food from the food pipe at one end and opens into the small intestine at the other. So input is from food pipe and output is to small intestine. The inner lining of the stomach secretes mucus, hydrochloric acid and digestive juices. So നമ്മൾ സ്റ്റൊമക്കിലെ ലൈനിങ് പറഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള വാൾസ് അതെന്താ ചെയ്യുന്നത്? ഇറ്റ് സെക്രീറ്റ്സ് ജ്യൂസസ്. ഓക്കെ, ഇറ്റ് സെക്രീറ്റ്സ് ദ റിക്വയർഡ് ഡൈജസ്റ്റീവ് ജ്യൂസസ്. ഇറ്റ് സെക്രീറ്റ്സ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് യു നോ റൈറ്റ് ഹൗ സ്ട്രോങ് ഇറ്റ് ഇസ്. അത് നമ്മൾ തൊട്ടാൽ ഇഫ് ഇറ്റ് ഇസ് കോൺസെൻട്രേറ്റഡ് നമ്മൾ കൈ പൊള്ളും. സോ ഇറ്റ് ഇസ് കോൺസെൻട്രേറ്റഡ്. സോ നമ്മൾ സ്റ്റൊമക്കിൻ്റെ linings will inner linings will be secreting HCl also, and it also secretes mucus. Mucus പറഞ്ഞാൽ നിങ്ങൾക്ക് ജലദോഷം വരുമ്പോൾ നിങ്ങൾക്ക് mucus form ആവില്ല. It's the similar thing. Okay, the acid kills many bacteria that enters along with the food and makes the medium in the stomach acidic and helps the digestive juices to act. The digestive juices break down the proteins into simpler substances. So നമ്മൾ സ്റ്റൊമക്കിൻ്റെ അകത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഈ മൂന്ന് സാധനങ്ങൾ സെക്രീറ്റ് ആവുന്നുണ്ട്, വിച്ച് ഇസ് HCl, ഡൈജസ്റ്റീവ് ജ്യൂസസ് ആൻഡ് മ്യൂക്കസ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കാം മ്യൂക്കസ് എന്തിനാണ് സെക്രീറ്റ് ആവുന്നത്. വി നോ ദാറ്റ് HCl സെക്രീറ്റ് ആവുന്നുണ്ട്. സോ HCl is a concentrated acid. Like I told you, it could potentially burn the skin or the inner lining of the stomach. So that is why നമ്മൾ മ്യൂക്കസ് സെക്രീറ്റ് ചെയ്തിട്ട് ആ മ്യൂക്കസ് ആണ് നമ്മൾ ഇന്നർ ലൈനിങ് ഓഫ് ദ സ്റ്റൊമക്കിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇറ്റ് ഫോംസ് എ പ്രൊട്ടക്റ്റീവ് ബാരിയർ ഇൻസൈഡ് ദ സ്റ്റൊമക്ക്. അതിനുശേഷം വി നീഡ് HCl വിച്ച് ഇസ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇറ്റ് ഫോംസ് എ പ്രൊട്ടക്റ്റീവ് ബാരിയർ ഇൻസൈഡ് ദ സ്റ്റൊമക്ക്. അതിനുശേഷം വി നീഡ് HCl വിച്ച് ഇസ് എന്താവും, ആസിഡ് ആണ് അത്. സോ ഇറ്റ് പ്രൊവൈഡ്സ് ആൻ അസിഡിക് എൻവയൺമെൻറ്റ്. നമ്മൾ ഫുഡിന് ഡൈജസ്റ്റ് ആവണമെങ്കിൽ സെക്രീറ്റ് ആവുന്നില്ലേ, അതിന് നമ്മൾ ഫുഡിൻ്റെ മേലെ ആക്ട് ചെയ്തിട്ട് അതിനെ ഡൈജസ്റ്റ് ചെയ്യണമെങ്കിൽ മെയിൻലി ദ ഡൈജസ്റ്റീവ് ജ്യൂസസ് ബ്രേക്ക് ഡൗൺ ദ പ്രോട്ടീൻസ് ഇൻ ടു സിംപ്ലർ സബ്സ്റ്റൻസസ്. സോ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ബക്കൽ ക്യാവിറ്റീനെ പറ്റി പഠിച്ചപ്പം വി ലേൺഡ് ദാറ്റ് സലൈവറി ഗ്ലാൻസ്, നമ്മൾ സലൈവറി ഗ്ലാൻസ് ആണ് സെക്രീറ്റ് ചെയ്യുന്നത് നമ്മളെ വായിലുള്ള.
So if you chew for about 3 to 5 minutes, ആ salivary glands നമ്മളെ വായിലുള്ള നമ്മളെ ഫുഡിൻ്റെ കാർബോഹൈഡ്രേറ്റ്സിന് ദാറ്റ് സ്റ്റാർച്ചിന് ബ്രേക്ക് ഡൗൺ ചെയ്യും. ചെറിയ ചെറിയ കോമ്പണൻസ് ആക്കി പൊട്ടിച്ച് ചെറിയ കോമ്പണൻസ് ആക്കും. ആ കോമ്പണൻറ്റ് എന്താന്നു? ഷുഗർ ആന്നു. So we had done an experiment, an activity in which we proved that after chewing for 3 to 5 minutes, there is no presence of starch, but there is a presence of sugar, because we know that sugar is the smallest component of carbohydrates. So നമ്മളെ വായിൽ കാർബോഹൈഡ്രേറ്റ്സിനെയാണ് ഡൈജസ്റ്റ് ചെയ്യുന്നത് മെയിൻലി, ഓക്കെ, ആൻഡ് നമ്മളെ സ്റ്റൊമക്കിൽ പ്രോട്ടീൻസിനെയാണ് ഡൈജസ്റ്റ് ചെയ്യുന്നത്. So I hope stomach part is clear. It's very easy, right? Let's look into small intestine. But before we go to small intestine, I want you to read this little fact. It's a very interesting fact you can see in this blue box. So നമ്മുടെ സ്റ്റൊമക്കിൻ്റെ വർക്കിംഗ് ഇത് HCl സെക്രീറ്റ് ചെയ്യുന്നു, ഡൈജസ്റ്റീവ് ജ്യൂസസിനെ സെക്രീറ്റ് ചെയ്യുന്നു, മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യുന്നു. എങ്ങനെയാണ് ഡൈജസ്റ്റ് ആവുന്നത്? ഇതൊക്കെ നമ്മൾ എങ്ങനെയാണോ അറിഞ്ഞത്? നമ്മൾ ഹ്യൂമൻസ് ഇതെങ്ങനെയാണ് കണ്ടുപിടിച്ചത്? സോ ദാറ്റ് ഈസ് വാട്ട് വിൽ ബി ലേണിംഗ് ഹിയർ. The working of the stomach was discovered by a strange accident. In 1822, a man named Alexis Saint Martin was badly hit by a gunshot. A shotgun. The bullet had seriously damaged the chest wall and made a hole in his stomach. So, ഈ അലക്സിസ് പറഞ്ഞ ആള് ഒരു ബുള്ളറ്റ് ഫ്രം എ ഗൺ ഹിറ്റായിരുന്നു. സോ സംബഡി ഹാഡ് ഷോട്ട് ഹിം. ആൻഡ് അപ്പോൾ അയാളെ ചെസ്റ്റിൽ ഒരു ഹോൾ ഉണ്ടായി. നമ്മൾ ലോവർ ചെസ്റ്റ് ഏരിയയിലാണല്ലോ സ്റ്റൊമക്ക് ഉള്ളത്, ഓൺ ദ ലെഫ്റ്റ് സൈഡ്, ഓക്കെ. സോ അയാൾ അവിടെയാണ് ഷൂട്ട് ചെയ്തത്. അപ്പം ചെസ്റ്റിൽ ഹോൾ ഉണ്ടായി, ആൻഡ് അറ്റ് ദ സെയിം ടൈം അയാൾക്ക് സ്റ്റൊമക്കിലും ഹോൾ ഉണ്ടായി. സോ ദാറ്റ് വാസ് എ പ്രോബ്ലം, ഓഫ് കോഴ്സ്. അപ്പോൾ അയാൾ ഒരു ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി, ഹൂസ് നെയിം ഇസ് വില്യം ബ്യൂമോണ്ട്. അപ്പോൾ ഈ ഡോക്ടർ എന്താ ചെയ്തത്? ഈ ഡോക്ടർ ആ ഹോളിന് പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്തു, ബട്ട് ഹി കുഡൻറ്റ് closed the hole properly and left it bandaged. അതിന് മേലെ ബാൻഡേജ് ഇട്ട് പൂട്ടി വെച്ചു. Beaumont took it as a great opportunity to see the inside of the stomach through the hole. He made some wonderful observations. So അയാൾ ഈ ഹോളിൻ്റെ അകത്തൂടി സ്റ്റൊമക്കിൻ്റെ വർക്കിംഗ് ഒക്കെ ഒബ്സർവ് ചെയ്തു. അയാൾ എന്തൊക്കെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്തത്? Beaumont found that the stomach was churning food. Its wall secreted a fluid which could digest the food. He also observed that the end of the stomach opens into the intestine only after the digestion of the food inside the stomach is complete. So ഇയാൾ കണ്ടു ദാറ്റ് നമ്മളെ സ്റ്റൊമക്കിൻ്റെ വാൾസിൽ നിന്നും എന്തൊക്കെ ജ്യൂസസ് വരുന്നുണ്ട്. ആ ജ്യൂസസ് ഫുഡിൻ്റെ മേലെ വീണിട്ട് സ്റ്റൊമക്ക് ഇങ്ങനെ ചേൺ പറഞ്ഞാൽ ഇങ്ങനെ ഇളകി കളിക്കും, ഓക്കെ. ഇളകി കളിക്കുക പറഞ്ഞാൽ അതിൻ്റെ വാൾസ് ഇങ്ങനെ ഫുഡിൻ്റെ മേലെ ആക്ട് ചെയ്യും. ആൻഡ് അങ്ങനെ ഇളകി കളിച്ചതിന് ശേഷം there is this acid, there are these juices also which are helping in the digestion. ഡൈജഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം സ്റ്റൊമക്കിൽ നിന്നും സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് പോകേണ്ട ഓപ്പണിംഗ് അത് ഓപ്പൺ ആവും. അതുവരെ അത് ഓപ്പൺ ആയിരിക്കില്ല. സോ ആ ഡൈജഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ ആ സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് പോകുന്ന ഓപ്പണിംഗ് ഓപ്പൺ ആവത്തുള്ളൂ. സോ ദാറ്റ് ഈസ് വാട്ട് Beaumont observed. It was such an interesting, like he had the first hand experience and he could see how the stomach works. അല്ലേ? ഭയങ്കര ഒരു അപൂർവമായൊരു ഇൻസിഡൻ്റ് ആണ്. So we'll look into small intestine. I hope there's no doubt till now. Okay. The small intestine is highly coiled and is about 7.5 meters long. It receives secretions. Intestine is highly walls also secrete juices. So നമ്മുടെ smaller intestine എങ്ങനെയാണ് ഉണ്ടാവുക കാണാൻ? You can see in this diagram. Here is the small intestine. So you can see that it is വളരെ ഇങ്ങനെ coiled ആണ്. Coiled പറഞ്ഞാൽ ചുരുണ്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു രീതിയിലാണ്, അല്ലേ? സോ ഇത്ര ചെറിയ സ്പേസിൽ there is 7.5 meter. 7.5 meter പറഞ്ഞാൽ എത്ര നീളമാണ്? നമ്മൾ ഹ്യൂമൻസ് ഓൺ ആൻ ആവറേജ് നമ്മൾ 1.7 meter ആണ്. സോ 7.5 meter പറഞ്ഞാൽ ഓൾമോസ്റ്റ് 4 to 5 times ലെങ്ത് നമ്മൾ ഹ്യൂമൻസിൻ്റെ ലെങ്ത് ഉണ്ട്. നമ്മൾ 4-5 ആൾക്കാരെ വെച്ചാൽ എത്ര ഉണ്ടാവും ലെങ്ത്? അത്ര ലെങ്ത് ആണ് നമ്മൾ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെത്, ഓക്കെ. സോ ആ സംഭവം ഇങ്ങനെ 7.5 meter നീളമുള്ള ഈ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണ് നമ്മളെ വയറിൻ്റെ അകത്ത് ഇങ്ങനെ ചുരുണ്ട് കിടക്കുന്നത്. സോ ഈ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഇന്നർ വാൾസ് ഓൾസോ സെക്രീറ്റ് സം ഡൈജസ്റ്റീവ് ജ്യൂസസ്, ചുരുണ്ട് കിടക്കുന്നത്.
സോ നമ്മൾ സ്മോൾ ഇൻറ്റസ്റ്റൈനിന് ലിവറിൻ്റെതും പാൻക്രിയാസിൻ്റെതും ജ്യൂസസും കിട്ടുന്നതാണ്. The liver is a reddish brown gland situated in the upper part of the abdomen on the right side. So നമ്മൾ അബ്ഡോമെൻ പറഞ്ഞാൽ നമ്മൾ ഫിസിക്കലി നോക്കുമ്പോൾ വയറ് എവിടെയാണോ ആ റീജിയൻ, നോട്ട് ദി ഇന്റേണൽ സ്റ്റൊമക്ക്. ഓക്കെ, സോ നമ്മൾ അബ്ഡോമെൻ റീജിയനിൽ ലെഫ്റ്റ് സൈഡിലാണോ നമ്മൾ സ്റ്റൊമക്ക് ഉള്ളത്. അതേപോലെ സെയിം പ്ലേസിൽ റൈറ്റ് സൈഡിലാണോ നമ്മൾ ലിവർ ഉള്ളത്. ലിവർ ഒരു റെഡിഷ് ബ്രൗൺ കളറാണ്. അത് നമ്മൾ ബോഡിയിലെ ഏറ്റവും വലിയ ഗ്ലാൻഡ് ആണ്. ഗ്ലാൻഡ് പറഞ്ഞാൽ എന്താ? ഗ്ലാൻഡ് പറഞ്ഞാൽ ദാറ്റ് ഓർഗൻ വിച്ച് സെക്രീറ്റ്സ് സം ജ്യൂസസ്. അതിൻ്റെ അകത്തൂടി എന്തെങ്കിലും ഒരു ജ്യൂസ് പുറത്ത് വരും, അല്ലെങ്കിൽ ഹോർമോൺ എന്തെങ്കിലും ഒന്ന് പുറത്ത് വരുന്ന സാധനമാണ് ഗ്ലാൻഡ്. സോ നമ്മൾ കണ്ണീര് വരുന്ന പാർട്ടില്ലേ, നമ്മൾ കണ്ണീര് കണ്ണിൻ്റെ അകത്തുള്ള റീജിയൻ എന്നല്ലേ വരുന്നത്. സോ ദാറ്റ് ഈസ് ഓൾസോ എ ഗ്ലാൻഡ്. ഇറ്റ് ഈസ് എ ടിയർ ഡക്ട്. ഓക്കെ, ബിക്കോസ് അതിൻ്റെ അകത്തൂടി ടിയേഴ്സ് വരുന്നുണ്ട്. സോ നമ്മൾ ഈ ലിവർ ഇറ്റ് സെക്രീറ്റ്സ് ബൈൽ ജ്യൂസ്. ഓക്കെ, അതിൻ്റെ അകത്തുനിന്ന് ബൈൽ ജ്യൂസ് എന്ന് പറഞ്ഞ സാധനമാണ് വരിക. ഇത് യെല്ലോ കളറായിട്ടുള്ള ഒരു ജ്യൂസാണ്. ഓക്കെ, സോ ഇറ്റ് ഇസ് സ്റ്റോർഡ് ഇൻ എ സാക്ക് കോൾഡ് ഗാൽ ബ്ലാഡർ. സോ നമ്മളെ ലിവറിൻ്റെ അടുത്ത് തന്നെ ഒരു ഗാൽ ബ്ലാഡർ പറഞ്ഞ സാധനമുണ്ട്, തൊട്ടും കൊണ്ട് തന്നെ. സോ അതിൻ്റെ അകത്ത് നിന്നാണ് ഈ ബയൽ ജ്യൂസ് സ്റ്റോർ ആവുന്നത്. നമ്മൾ ലിവർ ഒരു ഭയങ്കര നമ്മളെ ബോഡീനെ പ്യൂരിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ ലിവറാണ് ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, സോ ഈ ഗാൽ ബ്ലാഡറിൽ നിന്നാണ് ഈ ബയൽ ജ്യൂസ് വരുന്നത്. ആൻഡ് ദാറ്റ് ബയൽ ജ്യൂസ് ഇസ് യൂസ്ഡ് ടു ബ്രേക്ക് ഡൗൺ ഫാറ്റ്സിനെ ഫാറ്റി ആസിഡ്സും ഗ്ലിസറോളും ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സംഭവമാണ് ഈ ബയൽ ജ്യൂസ്. നമ്മൾ ഈ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ലിവറിൻ്റെ ബയൽ ജ്യൂസ് ആക്ട് ചെയ്തിട്ട് ഫാറ്റ്സിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. വായിൽ കാർബോഹൈഡ്രേറ്റ്സിനെ മെയിനായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു, സ്റ്റൊമക്കിൽ പ്രോട്ടീൻസ്, ആൻഡ് ഇവിടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വിത്ത് ദി ഹെൽപ്പ് ഓഫ് ലിവർ ഫാറ്റ്സ്. The pancreas is a large cream-colored gland located just below the stomach. The pancreatic juice acts on carbohydrates, fats, and proteins and changes them into simpler forms. So, നമ്മളെ പാൻക്രിയാസ് ഒരു ക്രീം കളറുള്ള ഒരു ഗ്ലാൻഡ് ആണ്. അത് നമ്മളെ സ്റ്റൊമക്കിൻ്റെ തൊട്ട് താഴെയാണ്. ഇഫ് യു സീ ദ ഡയഗ്രാം, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കൂ, യു ക്യാൻ സീ ദാറ്റ് നമ്മളെ സ്റ്റൊമക്കിൻ്റെയും സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഇടയിലുള്ള ഒരു ഭാഗത്തിലാണ് ഈ പാൻക്രിയാസ് സിറ്റുവേറ്റഡ്. പാൻക്രിയാറ്റിക് ജ്യൂസ് എന്തൊക്കെയാണ് ബ്രേക്ക് ഡൗൺ ചെയ്യുക? അത് കാർബോഹൈഡ്രേറ്റ്സിനെയും ഫാറ്റ്സിനെയും പ്രോട്ടീൻസിനെയും എല്ലാത്തിനെയും ബ്രേക്ക് ഡൗൺ ചെയ്യും. ഓക്കെ, സോ നമ്മൾ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ 3 ഡൈജഷൻ നടക്കുന്നുണ്ട്. കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ്, ഈ 3 ഡൈജഷൻ ബ്രേക്ക് ഡൗൺ നടക്കുന്നുണ്ട്. The partly digested food now reaches the lower part of the small intestine, where the intestinal juice completes the digestion of all the components of the food. സോ ഈ പാർട്ട്ലി ഡൈജസ്റ്റഡ് നമ്മളെ സ്റ്റൊമക്കിൽ നിന്നും പാർട്ട്ലി ഡൈജസ്റ്റഡ് ആയിട്ട് വന്ന ഫുഡ് ഇറ്റ് വിൽ ഗോ ഇൻ ടു ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ഇങ്ങനെ ഫുൾ അതിന് 7.5 മീറ്റർ ഇല്ലേ, സോ 7.5 മീറ്റർ ഫുൾ ഇങ്ങനെ തിരിഞ്ഞ് മറിഞ്ഞ് നടന്ന് അതിനുശേഷം അവസാനം എത്തും, സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ അവസാന ഭാഗത്തിലെത്തും. അവിടെ എത്തുമ്പോഴത്തേക്ക് അതിൻ്റെ ഫുൾ എല്ലാ കാർബോഹൈഡ്രേറ്റ്സിൻ്റെയും പ്രോട്ടീൻസിൻ്റെയും ഫാറ്റ്സിൻ്റെയും എല്ലാത്തിൻ്റെയും ഡൈജഷൻ അതുവരെ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. The carbohydrates get broken into simpler sugars called glucose. So, this is very important. So, carbohydrates in the simpler forms is glucose. Fats in the simpler form is fatty acids and glycerol. Proteins in the simpler form is amino acids. So, you need to remember this. This you will get in 7th standard also, and in all the future classes also you have to remember this. Okay. സോ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ഇങ്ങനെയാണ് ഡൈജഷൻ നടക്കുന്നത്. സോ ഡൈജഷൻ നടന്നതിന് ശേഷം നമ്മളെ ബോഡിക്ക് ഈ ഡൈജസ്റ്റ് ചെയ്ത ഫുഡിൻ്റെ ന്യൂട്രിയൻസ് ഒക്കെ അബ്സോർബ് ചെയ്തെടുക്കണം. സോ ഹൗ ഡസ് ദാറ്റ് ഹാപ്പൻ? അത് നമ്മളെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ തന്നെയാണ് നടക്കുന്നത്. അബ്സോർപ്ഷൻ ഇൻ ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. The digested food can now pass into the blood vessels in the walls of the intestine. This process is called absorption. So നമ്മൾ ഡൈജസ്റ്റ് ആയ ഈ സിംപ്ലർ ഫോംസിലെ ഗ്ലൂക്കോസ്, ഗ്ലിസറോൾ, ഫാറ്റി ആസിഡ്സ്, അമിനോ ആസിഡ്സ്, ഇപ്പോൾ ഈ സംഭവങ്ങളൊക്കെയാണുള്ളത്. ഇവിടെ കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ് ഇല്ല. വി ഹാവ് ദ സിംപ്ലർ ഫോംസ് ഓഫ് ദം വിച്ച് ഇസ് ഗ്ലൂക്കോസ്, ഫാറ്റി ആസിഡ്സ്, ഗ്ലിസറോൾസ് ആൻഡ് അമിനോ ആസിഡ്സ്. സോ ഇതിനെയൊക്കെയാണ് നമ്മൾ അബ്സോർബ് ചെയ്യുക, നമ്മളെ ബോഡി അബ്സോർബ് ചെയ്യുക. അതിനെ നമ്മൾ ബ്ലഡ് വെസൽസ് പറഞ്ഞാൽ നമ്മളെ വെയിൻസ് അല്ലേ, ആർട്ടറീസ് ആൻഡ് വെയിൻസ്.
സോ ആർട്ടറീസിലേക്ക് അബ്സോർബ് ചെയ്തിട്ട് നമ്മളെ ബോഡിയിലുള്ള എല്ലാ സെൽസിലും എത്തിക്കേണ്ട ജോലിയാണ് ഇപ്പം നടക്കാൻ പോകുന്നത്. ദ ഡൈജസ്റ്റഡ് ഫുഡ് എല്ലാം ബ്ലഡ് വെസലിലേക്ക് എങ്ങനെയാണ് പോവുക? ബ്ലഡ് വെസലിൽ നമ്മൾ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ വാളിൽ ബ്ലഡ് കാപ്പിലറീസ് അറിയില്ലേ? ബ്ലഡ് വെസലിൻ്റെ ഏറ്റവും ചെറിയ ഭാഗം. ഓക്കെ, അത് ഡിവൈഡായി അത്രയും ചെറിയ ആയിട്ടുള്ള ഭാഗമാണ് ബ്ലഡ് കാപ്പിലറീസ്. സോ ഈ ബ്ലഡ് കാപ്പിലറീസ് നമ്മൾ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ വാളിൽ ഉണ്ട്. So small intestine walls will help in the absorption process. The inner walls of the small intestine have thousands of finger-like outgrowths. These are called villi. Okay? എന്താ വെച്ചാൽ നമ്മൾ ഈ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ വാളിൽ കുറേ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ വളഞ്ഞും തിരിഞ്ഞും അങ്ങനെയുള്ള കുറേ ഗ്രോത്ത്സ് ഉണ്ട്, ഫിംഗർ പോലെയുള്ള ഗ്രോത്ത്സ് ഉണ്ട്. ആ ഗ്രോത്ത്സിനെ നമ്മൾ വില്ലൈ എന്നാണ് പറയുന്നത്. ആ വില്ലൈ എന്താണ് ചെയ്യുന്നത്? അതെന്തിനാണ് നമ്മൾ ഒരു സ്ട്രേറ്റ് ആയിട്ടുള്ള പൈപ്പ്, നിങ്ങൾ പൈപ്പിൻ്റെ അകത്തുള്ള ഭാഗം എന്ന് വിചാരിച്ചോളൂ. ഓക്കെ, സോ പൈപ്പിൻ്റെ അകത്തുള്ള ഭാഗം അതിൻ്റെ അകത്ത് ഒരു ഡിഫോമിറ്റീസ് ഉണ്ടാവില്ല, സ്ട്രേറ്റ് ആയിട്ടാണ് ഉണ്ടാവുക. ബട്ട് നിങ്ങൾ ആ പൈപ്പിൻ്റെ അകത്തുള്ള ഭാഗത്ത് കുറേ ഇങ്ങനെ എന്തോ തൂങ്ങുന്ന സാധനം ഉണ്ടോ വിചാരിച്ചോളൂ, എല്ലാ സ്ഥലത്തും, മേലെയും താഴെയും എല്ലായിടത്തും. സോ അങ്ങനെയുള്ള സാധനമാണ് ഈ വില്ലൈ. സോ വാട്ട് ഡസ് ഇറ്റ് ഡു? അത് എന്താ ചെയ്യുന്നത് വെച്ചാൽ അബ്സോർബ് ചെയ്യേണ്ടിയിട്ട് അതിൻ്റെ സർഫേസ് ഏരിയ ഇൻക്രീസ് ചെയ്യാമെന്നു. നിങ്ങളൊരു പ്ലെയിൻ ആയിട്ടുള്ള സർക്കിളും ആ സർക്കിളിൻ്റെ അകത്ത് കുറേ ഇങ്ങനെ നീർന്ന് നിൽക്കുന്ന സാധനം വരച്ചു കഴിഞ്ഞാൽ യു ഓൺലി ക്യാൻ കാൽക്കുലേറ്റ് എത്രയാണോ അതിൻ്റെ സർഫേസ് ഏരിയ എന്ന്, അല്ലേ? സോ സർഫേസ് ഏരിയ വിൽ ഇൻക്രീസ് ബിക്കോസ് ഓഫ് ദി villi. Okay, because of the presence of villi. The villi increases the surface area for absorption of the digested food. Each villus has a network of thin and small blood vessels close to its surface. So എല്ലാ വില്ലസ് ആണ് സിംഗുലർ ഫോം. ഓക്കെ, ഓരോ വില്ലസിലും അതിൻ്റെ അകത്ത് ബ്ലഡ് കാപ്പിലറീസ് ഉണ്ട്, വിച്ച് ഇസ് നിയർ ദ സർഫേസ്. സോ അത് അബ്സോർബ് ആയ ഉടനെ അത് ബ്ലഡ് കാപ്പിലറീസിലേക്ക് പോകും. ബ്ലഡ് കാപ്പിലറീസിൻ്റെ വലിയ ഭാഗം എന്താണു? ആർട്ടറീസ്. ഓക്കെ, സോ ആർട്ടറീസ് വിൽ ക്യാരി ദാറ്റ് ബ്ലഡ് ടു ഡിഫറെൻറ്റ് ഓർഗൻസ്, ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി ബോഡി, ആൻഡ് അഗെയിൻ ത്രൂ ബ്ലഡ് കാപ്പിലറീസ് നമ്മളെ ബോഡിയിലുള്ള ഓരോ സെല്ലിലും ഈ ഫുഡ് ഐറ്റമിൻ്റെ ന്യൂട്രിയൻറ്റ് ബ്ലഡിൻ്റെ ത്രൂ എത്തുന്നതാണ്. The surface of the villi absorb the digested food materials. The absorbed substances are transported via the blood vessels to different organs of the body where they are used to build complex substances such as proteins required by the body. This is called assimilation. So, നമ്മൾ ഈ ബ്ലഡ് വെസൽസിൽ നിന്നും അതൊക്കെ ക്യാരി ചെയ്തിട്ട് ഒരു സെൽസിൻ്റെ അടുത്ത് എത്തുമ്പോൾ എന്താവുക? അവിടെ അത് പ്രോട്ടീൻസ് ഉണ്ടാക്കാൻ തുടങ്ങും. നമുക്ക് ബോഡിക്ക് ആവശ്യമുള്ള രീതിയിലുള്ള പ്രോട്ടീൻസ് ഉണ്ടാക്കാൻ തുടങ്ങും. ഈ പ്രോസസ്സിനെയാണ് അസിമിലേഷൻ എന്ന് പറയുക. ഈ പ്രോട്ടീൻ ഉണ്ടാക്കി നമുക്ക് ബോഡിക്ക് ആവശ്യമുള്ള രീതിയിൽ ആ ഫുഡ് കോമ്പണൻസിനെ യൂസ് ചെയ്യുന്ന ഈ പ്രോസസ്സിനെയാണ് അസിമിലേഷൻ എന്ന് പറയുക. അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുഡിന് സ്മോൾ ഇൻറ്റസ്റ്റൈനിലെ വിലയിൽ നിന്നും അബ്സോർബ് ചെയ്ത് ബ്ലഡ് കാപ്പിലറീസിൽ എത്തിക്കുന്ന ആ പ്രോസസ്സിനെയാണ് അബ്സോർപ്ഷൻ എന്ന് പറയുക. ദീസ് ബോത്ത് ടേംസ് ആർ ഇമ്പോർട്ടൻറ്റ് ആൻഡ് പ്ലീസ് ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ് ബിറ്റ്വീൻ അബ്സോർപ്ഷൻ ആൻഡ് അസിമിലേഷൻ. അബ്സോർബ് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? സ്പോഞ്ചിനെ നിങ്ങൾ വെള്ളത്തിലിട്ട സ്പോഞ്ച് അബ്സോർബ്സ് വാട്ടർ, അങ്ങനെ. ഓക്കെ, സോ സിമിലർലി ഈ വില്ലസ് നമ്മൾ ഡൈജസ്റ്റഡ് ഫുഡിനെ അബ്സോർബ് ചെയ്ത് ബ്ലഡ് കാപ്പിലറീസിൽ എത്തിക്കുന്നു, അത്രയേ ഉള്ളൂ. ആൻഡ് അസിമിലേഷൻ എന്താ? അവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് ബ്ലഡ് വെസൽസിൽ നിന്നും ഈ ബ്ലഡ് കാപ്പിലറീസ് സെൽസിൻ്റെ അടുത്തുള്ള ബ്ലഡ് കാപ്പിലറീസിൽ എത്തിയിട്ട് ആ സെൽസ് പിന്നെ പ്രോട്ടീൻസ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ബോഡിക്ക് ആവശ്യമുള്ള രീതിയിൽ അതിനെ യൂസ് ചെയ്യുന്നതിനാണ് അസിമിലേഷൻ എന്ന് പറയുന്നത്. സോ സെൽസിൽ ഗ്ലൂക്കോസ് ഇനിയും ചെറുതാവും പറഞ്ഞാൽ ഇറ്റ് വിൽ ഈവൻ ഫർദർ ബ്രേക്ക് ഡൗൺ. ഓക്സിജൻ ഉണ്ടാവുമ്പം നമ്മുടെ ബോഡിയിൽ നമ്മൾ ശ്വസിക്കുന്നല്ലോ. സോ ദ സെൽസ് വിൽ ഗെറ്റ് ഓക്സിജൻ. അപ്പം ഓക്സിജൻ്റെ പ്രസൻസിൽ ഗ്ലൂക്കോസ് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറായിട്ട് ആവും ആൻഡ് എനർജി ഈസ് റിലീസ്ഡ്. സോ ഈ ഗ്ലൂക്കോസ് ബ്രേക്ക് ഡൗൺ ആകുമ്പോഴാണ് നമുക്ക് എനർജി കിട്ടുന്നത്. ഓക്കെ, the food that remains undigested and unabsorbed enters into the large intestine. So ഈ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ കുറേ ഫുഡൊക്കെ അബ്സോർബ് ആയി കഴിഞ്ഞു. സോ അൺഡൈജസ്റ്റ് ആയിട്ടുള്ള ഫുഡ് അല്ലെ അൺഅബ്സോർബ് ആയിട്ടുള്ള എക്സസ് ഫുഡ് അഥവാ ഉണ്ടെങ്കിൽ അത് എന്താവും വെച്ചാൽ നമ്മൾ ലാർജ് ഇൻറ്റസ്റ്റൈൻ നെക്സ്റ്റ് കമ്പാർട്ട്മെൻറ്റ് ഓഫ് ദി ഡൈജസ്റ്റീവ് സിസ്റ്റമിലേക്ക് മൂവ് ആവുന്നതാണ്. സോ it has an opening, the small intestine has an opening and it enters the large intestine. ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ പേര് ലാർജ് ആണെങ്കിലും നീളത്തിൽ അധികം സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണ് കേട്ടോ.
So large intestine is comparatively shorter, but it is wider compared to small intestine. കുറച്ചുകൂടി തടിച്ചിട്ടാണ്. It is about 1.5 meter in length. So നമ്മൾ അത്ര height almost ഉണ്ട് അതിന്. So it is about 1.5 meter in length. Its function is to absorb water and some salts from the undigested food material. The remaining waste passes into rectum and remains there as semi-solid phases. സോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സ്മോൾ ഇൻറ്റെസ്റ്റൈനിൽ ബാക്കി വന്ന ഈ ഫുഡ് അൺഡൈജസ്റ്റ് ആയിട്ടുള്ള ഫുഡൊക്കെ ഈ ലാർജ് ഇൻറ്റെസ്റ്റൈനിലേക്ക് മൂവ് ആയില്ലേ. അതിനുശേഷം ആ ഫുഡിൻ്റെ അകത്ത് വെള്ളം ഉണ്ടെങ്കിൽ അതൊക്കെ അബ്സോർബ് ചെയ്തെടുക്കും ലാർജ് ഇൻറ്റെസ്റ്റൈൻ. പിന്നെ അതിൻ്റെ അകത്തുള്ള വേറെ സോൾട്ട്സ്, നമുക്ക് ബോഡിക്ക് ആവശ്യമുള്ള സോൾട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ അബ്സോർബ് ചെയ്തെടുക്കും. പിന്നെ അത് റെക്ടമിലേക്ക് പോവും, വിച്ച് ഇസ് ദ സ്റ്റോറേജ് ഏരിയ ഓഫ് ദ വേസ്റ്റ്. ഓക്കെ. പിന്നെ ഈ ഫീക്കൽ മാറ്റർ നമ്മൾ എനസ് ത്രൂ ടൈം ടു ടൈം നമ്മൾ ബോഡിയിൽ നിന്നും റിമൂവ് ആവുന്നതാണ്. ആൻഡ് ദിസ് പ്രോസസ് ഇസ് കോൾഡ് എജഷൻ. സോ നമ്മൾ ബോഡിയിൽ നിന്നും ഈ ഫീക്കൽ മാറ്റർ റിമൂവ് ആവുന്ന ഈ പ്രോസസ്സിനെയാണ് എജഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് എന്താ പറയുക? ഇൻജഷൻ. ഓക്കെ. സോ ഇൻജഷൻ, അബ്സോർപ്ഷൻ, അസിമിലേഷൻ, എജഷൻ, ഈ വേർഡ്സിൻ്റെ മീനിങ് ഒക്കെ നിങ്ങൾക്ക് അറിയണം. ഓക്കെ. ഈ ക്ലാസ് ഇപ്പം കഴിഞ്ഞു, ബട്ട് പ്ലീസ് ഡു ഗോ ത്രൂ ദിസ്. ഇപ്പം ക്ലാസ് കഴിഞ്ഞ ഉടനെ ഒരു പ്രാവശ്യം ഇതുവരെ പഠിപ്പിച്ചതൊന്നും നോക്കൂ. ബിക്കോസ് ഇഫ് യു വിൽ ഗോ ത്രൂ ഇറ്റ് നൗ യു വിൽ റിമെമ്പർ ഇറ്റ് വെരി ക്ലിയർലി. എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പം ക്ലാസ് കേട്ടിട്ടേ ഉള്ളൂ. സോ പ്ലീസ് റീഡ് ദ ടെക്സ്റ്റ് ബുക്ക് വൺസ് അഗൈൻ നൗ ആൻഡ് പിന്നെ ഒരു പ്രാവശ്യം കൂടി റിവൈസ് ചെയ്യൂ. ദെൻ യു വിൽ ബി പക്ക ഇൻ ദിസ്. And then if you have any doubts, please do leave in the comments. Okay. So നമ്മൾ അടുത്ത ക്ലാസ്സിൽ digestion in grass eating animals കണ്ടുകൊണ്ട് this chapter will be finished, and after that we'll discuss the exercise questions and important 1 mark questions. So all the best. I'll see you in my next video. Bye.